ഹായ് മൈ ഡിയർ ഇലക്ട്രോണിക്സ് ഫ്രണ്ട്സ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താ? അതിലോട്ട് പഠിക്കുക, പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക, നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യുക, റാങ്ക് ലിസ്റ്റില് ഒരു ടോപ്പ് സ്പോട്ട് തന്നെ എന്ത് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ ഈ പറയുന്ന ലെക്ചറായിട്ട് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോളിടെക്നിക് കോളേജുകളിൽ ലെക്ചറായിട്ട് കയറുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ബാക്കിയുള്ള PSC പോസ്റ്റുകളെ പോലെയല്ല ടീച്ചിങ് പോസ്റ്റുകൾ, എസ്പെഷ്യലി ടെക്നിക്കൽ സെക്ടറിൽ. നമ്മുടെ ടെക്നിക്കലില് ലെക്ചർ ഇൻ പോളിടെക്നിക്കും അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് എന്ത് വരുന്നത്, ടീച്ചിങ് പോസ്റ്റിലോട്ടുള്ള PSCയുടെ നോട്ടിഫിക്കേഷൻസുകൾ വരുന്നത്. അതിൽ BTech പാസ്സായവർക്കാണ് ലെക്ചർ ഇൻ പോളി എങ്കിൽ, MTech പാസ്സായവർക്കാണ് അസിസ്റ്റന്റ് പ്രൊഫസർ വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ആ ഒരു ഫീൽഡിൽ തന്നെ, അപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ, നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ച ഈ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ തന്നെ നമ്മളൊരു ലെക്ചറായിട്ട് അല്ലെ, നമ്മൾ ലെക്ചറായിട്ട് കയറുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഗവൺമെന്റ് ജോലിയാണ്, ടീച്ചിങ് ആണ്, കുട്ടികളെ പഠിപ്പിക്കലാണ്, ഒക്കെ നമുക്ക് സേഫ് ആണ്, നമ്മുടെ കരിയർ സെറ്റ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ നമ്മുടെ പ്രൊഫൈലിൽ കയറുക, ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടത് എന്ന് പറയുന്നത് എന്താണ്, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് അനുസരിച്ച് നമ്മളൊരു നല്ലൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക, പഠിച്ചിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നല്ലൊരു റാങ്ക് വാങ്ങുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഇപ്പൊ ഇലക്ട്രോണിക്സ് ഈ പറയുന്ന ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ നമ്മൾ ഒരുപാട് മാർക്കൊന്നും കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാർക്കൊന്നും നമുക്ക് വേണ്ട. കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ട്, കുറച്ചൊന്നും എന്താ പറയുന്നത്, ഒന്ന് സ്മാർട്ട് ആയിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ഒരു 50 റാങ്കിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി പറ്റാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ എക്സാംസുകളിൽ നിങ്ങളുടെ കോർ സബ്ജക്ട് മാത്രമല്ല ഉള്ളത് അല്ലെ. നമുക്കറിയാം നമ്മുടെ 100 മാർക്കിൽ 30 മാർക്ക് പാർട്ട് എ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ നോൺ കോർ സബ്ജക്റ്റുകളും അതിൽ കുറച്ച് ഇലക്ട്രോണിക്സും ഉണ്ട്. പിന്നെ ബാക്കി 70 മാർക്സ് ആണ് ഏത് വരുന്നത്, നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ കോർ ഭാഗം വരുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റഡി പ്ലാന് കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ 30 മാർക്കിൽ സിമ്പിൾ ആയിട്ട് സുഖസുന്ദരമായിട്ട് എങ്ങനെ 25 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ കഴിഞ്ഞ ലെക്ചർ ഇൻ പോളിയുടെ എക്സാം 2019 നോട്ടിഫിക്കേഷൻ വന്ന് 2021 നടന്ന എക്സാംസിൽ എന്റെ ഒരുപാട് കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അന്നേ ഞാൻ അവരോട് ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ പലപ്പോഴും നമ്മൾ ഇലക്ട്രോണിക്സിന്റെ ഈ ഭാഗം പഠിക്കും, പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം നമ്മൾ അവസാനത്തേക്ക് എടുത്തു വെക്കും ഈ 30 മാർക്കിന്റെ. കാരണം എനിക്ക് ഇലക്ട്രോണിക്സ് ആണ് അറിയുന്നത്, ഞാൻ ആദ്യം അത് ക്ലിയർ ചെയ്യാന്ന് കരുതിയിട്ട് ഈ 70 മാർക്സിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പഠിക്കാൻ നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ 30 മാർക്കിന്റെ അവസാനത്തോട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഈ PSCയുടെ കലണ്ടർ ഒക്കെ വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ചൂടാവുക, ടെൻഷൻ ഇതാകുന്നത്. ഈ PSC കലണ്ടർ വന്നു 2.5 മാസം ഇനി സമയമുള്ളൂ എക്സാമിന്. ആ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ട് എ നോക്കാൻ പോകുന്നത്. പക്ഷെ അതൊരിക്കലും നല്ലൊരു സമയമല്ല പാർട്ട് എ നോക്കാൻ. കാരണം എന്താ, ഇവിടെ ഓൾറെഡി നമ്മൾ പഠിക്കാത്ത ഭാഗമാണ് മാത്സ്, ബേസിക് മെക്ക്, ബേസിക് സിവിൽ, ബേസിക് ഇലക്ട്രിക്കൽ ഒക്കെ. അപ്പൊ ഓൾറെഡി നമ്മൾ ഈ എക്സാമിന്റെ ഡേറ്റ് വന്ന് ഓൾറെഡി നമ്മൾ എന്താണ്, ഒരു ടെൻഷനിലാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ടെൻഷനിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരു സെറ്റ് ആകാത്ത സമയത്ത് നമ്മൾ ഓൾറെഡി പഠിക്കാത്ത ഒരു കാര്യം പുതുതായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ അന്ന് കുറെ കുട്ടികൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ആദ്യം പാർട്ടിയെ പഠിച്ച് സെറ്റാക്കി വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ തുടക്കത്തിലെ ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്കുകൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്ട് എ, നോൺ ടെക്നിക്കൽ എന്നല്ല സോറി, നമ്മുടെ നോൺ കോർ അല്ലെ, നോൺ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള നോൺ കോർ ഭാഗങ്ങളായിട്ടുള്ള പാർട്ട് എയും അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോയവർക്കാണ് എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, നല്ല റാങ്കുകൾ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ ഒക്കെ ഈ വീഡിയോ കാണുന്നവർ തന്നെ ചിലപ്പോൾ ഉണ്ടാകാം, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല പോളി ലെക്ചറുകളിൽ നമ്മൾ പല പോളിയിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലെ നമ്മൾ ഈ ഒരു 30 മാർക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ 30ൽ എങ്ങനെ നമുക്കൊരു 25 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എക്സാമിന്റെ ആ ഒരു ഇതാണ് കാറ്റഗറി നമ്പർ കാര്യങ്ങളൊക്കെ. അപ്പോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ, അങ്ങനെ January 29 ആയിരുന്നു അവസാന ഡേറ്റ്. കാറ്റഗറി നമ്പർ 720/2024 ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. ആന്റിസിപ്പേറ്റഡ് വാക്കൻസി എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ലിസ്റ്റിലുള്ള ആ ഒരു അതനുസരിച്ചുള്ള അഡ്വൈസ് സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ലാസ്റ്റ് തൊട്ടുമുമ്പ് പോയ അഡ്വൈസ് അത്യാവശ്യം നല്ല നമ്പർ 8 പേർക്ക് എങ്ങാനും ഒരുമിച്ചാണ് ഈ തൊട്ട് ഫെബ്രുവരിയിലോ ജനുവരിയിലോ എങ്ങാനും ഒരുമിച്ച് പോയിട്ടുള്ളത്. ലിസ്റ്റ് സ്റ്റിൽ വാലിഡ് ആണ്. കാരണം 2021 എക്സാം നടന്ന് 22 എങ്ങാനും 22 പകുതിയോ ലാസ്റ്റ് നേരത്താണ് ലിസ്റ്റ് വന്നത്, റാങ്ക് ലിസ്റ്റ് വന്നത്.
അപ്പോൾ 23, 24, 25 എന്തായാലും ഈ 2025 അവസാനം വരെയൊക്കെ നമുക്ക് ആ ലിസ്റ്റ് വാലിഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വരാൻ പോകുന്ന എക്സാം നമ്മുടെ PSC ഇയർലി കലണ്ടർ അനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു മാസങ്ങളിലായിരിക്കും ലെക്ചർ ഇൻ പോളിയുടെ എക്സാം വരുന്നത്. അപ്പൊ ഒരു സെപ്റ്റംബറിലൊക്കെ എക്സാം നടക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷം പകുതിയാകുന്നതിനൊക്കെ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അല്ലെ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അതുവരെ ഏകദേശം ആ ലിസ്റ്റ് വാലിഡ് ആയിരിക്കും. അപ്പോൾ അതില് ജനറൽ കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്ന റാങ്ക് 10-20 ഒക്കെ അപ്പുറം വരെ നമുക്ക് ഇപ്പോൾ ഇതുവരെ ഇത് പോയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമ്മള് ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാർട്ട് എയിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം 25 മാർക്ക്. പാർട്ട് എ എന്ന് പറയുന്നത് ഏതാ? നോൺ കോർ സബ്ജക്റ്റുകളാണ്. അപ്പൊ അത് 30 മാർക്കിനാണ് PSC ചോദിക്കുക. ആ 30 നമുക്ക് എന്ത് ചെയ്യണം? ആ 30 നമുക്ക് 25 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്കോർ ചെയ്യാൻ പറ്റിയാൽ. ഇനി 25 വേണ്ട, നിങ്ങൾ ആ 30 ഒരു 20 to 25 ഉള്ളിൽ സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ 10-20 ഉള്ളിൽ റാങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ അതിന്റെ അനാലിസിസിൽ നമുക്ക് മനസ്സിലായതാണ് ഈവൻ ടോപ്പ് റാങ്കിലുള്ള കുറെ കുട്ടികൾ വരെ പാർട്ടി എയിൽ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവർ ഇലക്ട്രോണിക്സ് അത്ര അടിപൊളിയായിട്ടാണ്. നമ്മൾ അതിന്റെ കൂടെ പാർട്ടിയെ നമ്മൾ കുറച്ചൊന്ന് ബേസ് ഇതാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഒരു ആവറേജ് നമ്മൾ ഒരാൾക്കുള്ള നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഒരു ലെക്ചറിംഗ് പോളി, കഴിഞ്ഞ തവണ ലെക്ചറിംഗ് പോളി എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46.6 ആയിരുന്നു ജനറൽ മാർക്ക്. പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ചില റിസർവേഷൻ കാറ്റഗറീസ് അവർ കുറക്കും. എന്നാലും കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു മാർക്കിന്റെ മുകളിലുള്ളവരൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 46 പോയിന്റ് 100 46 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റാങ്ക് അല്ലെ നമുക്ക് വരുന്നത് നമുക്ക് ലാസ്റ്റ് വർഷം 2019 നോട്ടിഫിക്കേഷൻ, 2021 എക്സാം നടന്നത്. 2 വർഷം കഴിഞ്ഞിട്ട്. അത് കാരണം എന്ന് പറയുന്നത് കൊറോണയാണ്. നിങ്ങൾക്ക് അറിയാം, കൊറോണ കാരണം എക്സാം ഓൾറെഡി ഇതൊക്കെ നീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2021 അപ്പൊ ഈ വർഷം എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു. വിത്തിൻ 8 മന്തിനുള്ളിൽ എക്സാം ഉണ്ട്. നമ്മൾ കലണ്ടർ അനുസരിച്ച് മാറ്റം വരാൻ പോകുന്നില്ല. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ മാസങ്ങളിൽ ഓഗസ്റ്റിൽ മിക്കവാറും എക്സാം വരും നമുക്ക്. അപ്പൊ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് 46 മാർക്കായിരുന്നു. ഫസ്റ്റ് റാങ്കിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 67.33. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു മെയിൻ ലിസ്റ്റില് 110-115 അതിന്റെ അടുത്ത ആളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റും. അപ്പൊ ഇത്രയും ആളുകൾ ഈ ഒരു മാർക്കിന്റെ ഉള്ളിലാണ്. അതായത് ഒരു 10-250-300 ആളുകളെ ലിസ്റ്റ്, മെയിൻ ലിസ്റ്റും അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റും വെച്ച് ഇത്രത്തോളം ആളുകൾ ഈ ഒരു മാർക്കിന്റെ ഉള്ളിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു മാർക്കിന്റെ ഉള്ളിലാണ് അടിപിടി വരുന്നത് അല്ലെ. അപ്പൊ ഇത്തവണ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഞാൻ പറയാൻ കാരണം ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഒക്കെ ലെക്ചറും പോലെ അതൊക്കെ 2023 ഒരുമിച്ച് 24 റാങ്ക് ലിസ്റ്റ് വന്നു. അതിലൊക്കെ നമുക്ക് ഏകദേശം കട്ട് ഓഫുകൾ വരുന്ന അറൌണ്ട് ഈ മാർക്കുകളാണ്. കുറച്ച് കൂടിയിട്ടുണ്ട്, 50-52 അങ്ങനെയൊക്കെ. എന്നാലും 70-72 ഒക്കെ മാർക്കുള്ളവരൊക്കെ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്? ഫസ്റ്റ് റാങ്ക് ഒക്കെ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് റാങ്കിന് വരുന്നത് ഇനി അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 15th റാങ്ക് അല്ലെ, 50ാമത്തെ റാങ്ക് വന്നിട്ടുള്ളത് 50.33 ഞാൻ ഈ രണ്ടും എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ നമ്മളൊരു 50ന്റെ ഉള്ളിലെങ്കിലും റാങ്ക് നേടിയാലേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ ഏത് ജനറൽ കാറ്റഗറി. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ കുറച്ചും കൂടി റാങ്ക് ഒരു 60-70 പോകാം, OBC ഒക്കെ ആണെങ്കിൽ. എന്നാലും ഒരു നമുക്ക് ആ ഒരു പറയുന്ന 3 വർഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് വാലിഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ലെക്ചറായിട്ട് കയറണം നമുക്ക് ഉറപ്പ് പറയണമെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് എന്ത് ചെയ്യണം? ഒരു 50-40 ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കണം? റാങ്ക് കിട്ടിയിരിക്കണം. അതാണ്. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു 50, അപ്പൊ ഇതിന്റെ കൂടെ 5ഉം കൂടെ കൂട്ടാം. ഇത്തവണ കുറച്ചുകൂടെ ഒക്കെ കൂടും. നമുക്ക് ഓരോ വർഷം കൂടുതലും കട്ട് ഓഫ് മാർക്കുകൾ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ വരാൻ പോകുന്ന ലെക്ചറിംഗ് പോളി എക്സാംസിൽ ഒരു 60 to 70 മാർക്സ് മിനിമം ആയിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ 90-80 വാങ്ങണ്ടെന്നല്ല, മിനിമം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 60 to 70 മാർക്സിലോട്ട് നമുക്ക് എത്തിയിരിക്കണം. 60 to 70 മാർക്സിലോട്ട്, അതായത് ഒരു 60 എങ്കിലും മിനിമം നിങ്ങൾ നേടിയാൽ എനിക്കൊരു 50% ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റും നിങ്ങൾ ഒരു ലെക്ചറർ ആകും എന്നുള്ളത്. അതെല്ലാം നിങ്ങൾ ഒരു 65 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 80% നിങ്ങൾക്ക് ഉറപ്പ് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും. ഇത് 65 ട്ടോ, 65 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യാം? എനിക്കൊരു 80% ഉറപ്പ് വരാൻ പറ്റും നിങ്ങൾ ഒരു ലെക്ചർ ആവുന്നില്ല. അതല്ല നിങ്ങൾ 70 മാർക്സ് ആണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ 100%, അപ്പൊ റാങ്ക് ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ റാങ്ക് ലിസ്റ്റ് വന്ന് വിത്തിൻ 1 or 2 ഇയറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ലെക്ചറായിട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഈ പല PSC എക്സാമിന് പഠിക്കുമ്പോൾ കുറെ ആളുകളുടെ പ്രശ്നം
നമുക്കൊരു പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നേരെ ചൊല്ലുന്നു നോക്കാം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ സിലബസിലെ, കമ്മ്യൂണിക്കേഷൻ എടുക്കാം. കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് വെക്കാം. എന്ത് ചെയ്യാം, ഡിജിറ്റൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതാണ്. അപ്പൊ എന്നാൽ ഡിജിറ്റൽ എടുക്കാം. അതും എന്തൊക്കെയോ വായിക്കും, എന്തൊക്കെയോ പഠിക്കും, 1-2 ചാപ്റ്റർ പഠിക്കാതെ വെക്കും. അടുത്തത് ഏതെടുക്കും, മെഷർമെന്റ്സ് എടുക്കും. പിന്നെ ഏതെടുക്കും, നമ്മൾ മൈക്രോ പ്രോസസർ എടുക്കും അല്ലെ, ഇലക്ട്രോണിക് EDC എടുക്കും. ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഓർഡർ അവസാനം നമ്മളെന്ത് ചെയ്യും ഒരു എന്താ നമ്മൾ പറയാ, മൊത്തത്തിൽ കലങ്ങി തെളിഞ്ഞ ഒരു കലക്ക് അല്ലെ, കലക്ക് വെള്ളം പോലെ നമ്മൾ പോയിട്ട് എക്സാം അങ്ങനെ ആയിരുന്നു. അതുപോലെ നമ്മൾ കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇപ്പോൾ ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്ന് മുതൽ തുടങ്ങുന്നു. ഏതാ ഡേറ്റ്, 10th ഏപ്രിലാണ്. ഓക്കെ, ഞാൻ നാളെ മുതൽ 11 ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അഥവാ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിന് എക്സാം ആണെങ്കിൽ ജൂലൈ 30 വരെ ടൈം നമുക്കുണ്ട്. എത്ര ദിവസം ഉണ്ട്, എത്ര വീക്ക് ഉണ്ട്, ഓരോ ദിവസത്തിലും എത്ര, ഒരു ഇന്ന വീക്ക് ഏത് സബ്ജക്റ്റിന് മാറ്റി വെക്കണം, ഇന്ന വീക്ക് ഏത് സബ്ജക്റ്റിന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ 3 ദിവസം EDC പഠിക്കുന്ന ആ ഡേറ്റുകൾ കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കുക. അടുത്ത 3 ദിവസം കമ്മ്യൂണിക്കേഷൻ, അടുത്ത 3 ദിവസം ഡിജിറ്റൽ, വീണ്ടും അടുത്ത 3 ദിവസം EDC. അപ്പൊ അങ്ങനെ നമ്മളൊരു ആ കറക്റ്റ് 3 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു എക്സാം. അങ്ങനെ നമ്മളൊരു വെൽ പ്ലാൻഡ് ആയിട്ട് ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ വെൽ പ്ലാനിങ്ങോടെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ അതാ നമ്മളിവിടെ ലക്ഷറിൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിന്റെ ഓൺലൈൻ ബാച്ചസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം 2-3 മണിക്കൂർ എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ടോപ്പിക്കുകൾ തീരുന്നതിനനുസരിച്ച് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വെൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട് എന്റെ ആ ഒരു കേസിലോട്ട് വരുമ്പോഴാണ് നമുക്ക്, ഞാൻ പറഞ്ഞു പാർട്ട് എ എന്ന് പറയുന്നത്, പാർട്ട് എ അതായത് നമ്മുടെ നോൺ കോർ ടോപ്പിക്കിൽ നമുക്ക് 30 മാർക്കാണ് വരുന്നത്. 30 മാർക്കാണ് വരുന്നത്. ആ 30 മാർക്കിൽ നമുക്ക് വരുന്നത് എന്താണ്, ഏകദേശം 10 മാർക്ക്, ഏകദേശം നല്ല 10 മാർക്കിന് മാത്സ്, 5 മാർക്കിന് ബേസിക് സിവിൽ വരുന്നുണ്ട്. പിന്നെ 5 മാർക്കിന് ബേസിക് മെക്ക്, 5 മാർക്കിന് ബേസിക് ഇലക്ട്രിക്കല്, ദെൻ 5 മാർക്ക് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് തന്നെ. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ കോർ ഭാഗത്ത് ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ പഠിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ 5-ൽ 5 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. കാരണം ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതിലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ നിങ്ങൾ അപ്പുറത്ത് പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിലും അതുപോലെ നിങ്ങളെ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റിലും അതുപോലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് കോർ സബ്ജക്ട് പഠിക്കുമ്പോൾ. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ 5-ൽ 5 സ്കോർ ചെയ്തിരിക്കണം. ഇനി ബാക്കിയുള്ളത് വരുമ്പോൾ ഇവിടെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു +2 മുതൽ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ് അല്ലെ, നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട്. ഇപ്പൊ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, എന്നാലും എനിക്ക് ഇതിലെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം എന്താ, നമ്മൾ പല എക്സാംസുകൾക്കും ബേസിക്സിൽ പഠിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്, +2 പഠിച്ചിട്ടുള്ളതാണ് ഈ ഇലക്ട്രിക് സർക്യൂട്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്, AC DC സപ്ലൈ അല്ലെ, നമ്മളെ എന്താണ്. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. സിലബസ് അവർ നോക്ക്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഇവിടെയും പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് ആ ഇലക്ട്രോ മാഗ്നറ്റിക്സ്, അതിന്റെ തന്നെ കുറച്ച് സീരീസുകള്, അതുപോലെ AC സർക്യൂട്ടിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്, പിന്നെ ചെറിയൊരു 1 മാർക്കിന് ഏതുണ്ടാവും നമുക്ക് എർത്തിങ് ആൻഡ് ലൈറ്റനിങ് പ്രൊട്ടക്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് പ്രീവിയസ്ലി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ലെക്ചറിംഗ് പോളിക്ക് മാത്രമല്ല ഈ സിലബസ്, എല്ലാ ബ്രാഞ്ചും സിവില്, മെക്ക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എല്ലാ ബ്രാഞ്ചുകാർക്കും പാർട്ട് എ എന്ന് പറയുന്ന ഈ 30 മാർക്കിന്റെ സിലബസ് സെയിം ആണ്. അപ്പൊ നിങ്ങൾ അതിന്റെ അപ്പൊ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിന്റെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ വീതം. ലെക്ചറിംഗ് പോളി ഇലക്ട്രോണിക്സിന്റെ 2 ലക്ഷറിംഗ് പോളി മെക്കാനിക്കൽ, അത് കഴിഞ്ഞ വർഷം നടന്നു, പിന്നെ 5 വർഷം മുമ്പ്, അങ്ങനെ 2 നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലെ ഈ ബേസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത്, ആ ക്വസ്റ്റ്യൻസ് അതുപോലെ ചെയ്യാനല്ല, ആ ക്വസ്റ്റ്യൻ ചെയ്യുക, അതുമായി റിലേറ്റ് ചെയ്ത കാര്യം അത് മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് 5-ൽ 4 മാർക്ക് എന്നുള്ള ഉറപ്പാണ്. അതായത് അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ലെക്ചറിംഗ് പോളിടെക്നിക്കിന്റെ നമ്മുടെ ഈ ഒരു ഓൺലൈൻ കോഴ്സിൽ ഏകദേശം തോന്നുന്നു 20 അവറിന്റെ അടുത്താണ് ഈ ഇലക്ട്രിക്കൽ വരുന്നത്. ഒരു 20 അവർ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരാഴ്ചയല്ലേ, ഒരു ദിവസം 2-3 മണിക്കൂർ. അതും തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. മെക്കോ സീലോ പോലെയല്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളെ ബിടെക്കിലും പഠിച്ചതായിരിക്കും. ഏത് ബേസിക് ഇലക്ട്രിക്കൽ നിങ്ങൾ എന്തായാലും ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നില്ലേ അല്ലെ, ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇലക്ട്രോണിക്സ് ആയിരിക്കും ഒരുമാതിരിപ്പെട്ട ഇലക്ട്രോണിക്സ് ആയിരിക്കും ഒക്കെ അറിയുന്നതാണ്. അപ്പൊ ആ ഒരു ക്ലാസ് ഒന്ന് ഓടിച്ചു വിട്ട് ഒരാഴ്ച കൊണ്ട് കണ്ട് അതിലെ നോട്ട് എഴുതി അതിന്റെ ബേസിക് ഇലക്ട്രിക്കലിലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്താൽ തന്നെ, അതായത് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യനെ ചോദിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് പഠിച്ച് അതിന്റെ നോട്ട് ഉണ്ടാക്കി അതിൽ ഒരു 100-150 ക്വസ്റ്റ്യൻസ്, ഒരുപാടൊന്നും ചെയ്യണ്ട, ഏറിപ്പോയി ഒരു 200 ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയാലോ, റിവ്യൂ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാലോ പ്രതീക്ഷിച്ചത് തന്നെ, അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെ. അതുപോലെയാണ് ഇലക്ട്രിക്കലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ആ പറയുന്ന ആ ഒരു 20 മണിക്കൂറിന്റെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെ അതിൽ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ 5-ൽ 4 മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക് മെക്കാനിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയില്ല. ഒരു IC എഞ്ചിനാണ് ആദ്യം പറയുന്നത്. IC എഞ്ചിന്റെ ഒരു 8-9 അവർ ക്ലാസ് ആണ് വരുന്നത്.
പിന്നെ പവർ ട്രാൻസ്മിഷൻ ത്രൂ ഒരു ഓട്ടോമൊബൈലിലുള്ള പവർ ട്രാൻസ്മിഷൻ, അതും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ആ കമ്പോണൻസിന്റെ ഓർഡർ, അതായത് ഇന്നത് കഴിഞ്ഞാൽ ഗിയർ കഴിഞ്ഞാൽ ക്ലച്ച് ആണ്, അല്ല ക്ലച്ച് കഴിഞ്ഞാൽ ഗിയർ ആണ്, ഗിയർ കഴിഞ്ഞാൽ ഏതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്, അത് കഴിഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ആക്സിൽ ആണ്, ആക്സിൽ കഴിഞ്ഞാൽ അത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ഗിയർ ആണ്. ഇങ്ങനെ നമ്മൾ എന്താണ് ആ ഒരു എഞ്ചിന്റെ ആ ഒരു ഓർഡറും അത് എവിടെ വെക്കുന്നു, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അത് 2-3 മണിക്കൂർ. പിന്നെ പവർ പ്ലാന്റ്, അതും നമുക്ക് കുറെ ബേസിക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. 2-3 ടൈപ്പ് പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അവിടെയും അതിന്റെ കമ്പോണന്റുകൾ, വർക്കിംഗ് ഒന്നും ചോദിക്കുന്നില്ല, കമ്പോണന്റുകൾ, ആ പവർ പ്ലാന്റിന്റെ ലൈൻ ഡയഗ്രം, ലേ ഔട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. 5 മാർക്കിന് വേണമെങ്കിൽ 5ഉം സ്കോർ ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ നമ്മൾ ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻ പേപ്പർ, 8ഓളം ക്വസ്റ്റ്യൻ 8x5 അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടും, 40 ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് ഇത് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ബേസിക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ ഒരു 10-200 ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെയും എന്ത് സ്കോർ ചെയ്യാൻ പറ്റും, 5-ൽ 4 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഏതാണ് വരുന്നത്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ബേസിക് സിവിലും തന്നെ നമുക്ക് എന്താ വളരെ ബേസിക് ആയിട്ട് പറയുമ്പോൾ ഒരുപാട് കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ നമ്മളെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്, സർവേ ആൻഡ് ലെവലിംഗ്. ഓക്കെ, ഇത് നമ്മൾ ആ ക്ലാസ്സുകൾ, അപ്പോൾ അത് കുറച്ചും കൂടെ മെക്കിനേക്കാളും കുറച്ചും കൂടെ ഉണ്ടെന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 10-20-25 അവറാണ് നമുക്ക് ഇതിൽ ക്ലാസ് വരുന്നത്. ആ ഒരു 25 അവർ ക്ലാസ്സും അതിന്റെ നോട്ട്സും ക്വസ്റ്റ്യനും ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5-ൽ 4 സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിതിങ്ങനെ, അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ 5-ൽ 4 ഇപ്പൊ ഇതെല്ലാം നമുക്ക് എല്ലാം അങ്ങനെ പഠിച്ചാൽ സ്കോർ ചെയ്തിവിടെ ഇല്ല. വ്യത്യാസം പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ ഒരു സബ്ജക്ട്, കമ്മ്യൂണിക്കേഷൻ എടുക്കുക. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ 10-15 മാർക്ക് ഉണ്ട്. ആ 15 മാർക്ക് പക്ഷെ എത്രത്തോളം പഠിക്കണമെന്ന് നോക്കുക. നിങ്ങൾ 2-3 സെമ്മിൽ പഠിച്ച അത്രയും കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട EDC എടുക്കാം. EDCയിലും 10-12 മാർക്കാണ്. അതെടുത്താൽ നിങ്ങൾ 2-3 സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ നിങ്ങൾക്ക്. പക്ഷേ ഈ ബേസിക്സുകളിൽ ഒരു സെമ്മിലെ ഒരു സബ്ജക്റ്റിലെ പകുതിയുടെ പകുതി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അതായത് നിങ്ങൾ അവിടെ അത് പഠിക്കണ്ടല്ല, നിങ്ങൾ അവിടെ അത്രയും 2-3 ആഴ്ച ഇരുന്ന് പഠിച്ച് 10 മാർക്കിന് പഠിക്കുന്നതിന് പകരം ഒരു വീക്ക് വേണ്ട 4-5 ദിവസം നിങ്ങൾ ഇരുന്നാൽ നമുക്ക് ഈ 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം അത്രയ്ക്ക് നമുക്കുള്ളൂ. സിലബസിൽ ഇങ്ങനെ കുറെ പറയുന്നതാണ്, വളരെ കുറഞ്ഞുള്ളൂ. ഒക്കെ ഒരു 15-20 മണിക്കൂർ ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾ അത് കണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിലും കുറഞ്ഞ സമയം നമുക്ക് വേണ്ടി വരുള്ളൂ. ഇനി ഒരുപാട് പേര് ഒഴിവാക്കുന്നതാണ് മാത്സ്. ഇവിടെ മാത്സ് ഒഴിവാക്കുന്നവരെ ഞാൻ പെട്ടെന്ന് പറയുള്ളൂ. കാരണം ഇവിടെ നമുക്കിത് എഞ്ചിനീയറിംഗ് മാത്സ് അല്ല, +1 +2 ലെവലിൽ വരുന്ന മാത്സ് ആണ് നമുക്ക് ഇതിൽ ചോദിക്കുന്നത്. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഈ ബൈനോമിയൽ സീരീസിലൊക്കെ എല്ലാ പേപ്പറിലും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 മാർക്കിനാണ് അത് വരിക. ട്രിഗണോമെട്രി നിങ്ങൾ പഠിക്കാതെ പോയാലും നിങ്ങൾക്ക് കുറെ ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ട്രിഗണോമെട്രിയുടെ കുറെ ബേസിക് അറിയാലോ. അപ്പോൾ അത് മാത്രം വെച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 90% ക്വസ്റ്റ്യൻസും ട്രിഗണോമെട്രിന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലെക്ചറിന് ബോഡി എക്സാമിന് ചോദിക്കുന്നത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ കൂടെ വരുന്നതാണ് കോർഡിനേറ്റ് ജോമെട്രി. അതിൽ കുറച്ചൊരു 2-3 ഇക്വേഷൻസ് അല്ല, ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ്റെ അതിന്റെ ഒരു 4 ഇക്വേഷൻ, കുറെ നിങ്ങൾക്ക് അറിയുന്ന YC MX+C ഒക്കെ ഉള്ളത്. പിന്നെ ഒരു 1-2 ഇക്വേഷനും കൂടെ ഉണ്ട്. സോപ്പ് ഇന്റർസെപ്റ്റ്, അതായത് ആ ഫോമാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ ഈ കോർഡിനേറ്റ് ജോമെട്രി ഉള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് എന്താ, ഡിഫറൻഷിയേഷൻ, ലിമിറ്റ്, ഇന്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷനും, പിന്നെ ഇവിടെ ഒരാളുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും. അത് പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് ചെയ്ത് നമ്മൾ ബിടെക്കിൽ പഠിച്ചതാണ്. അത് നമ്മൾ കുറച്ച് ചെയ്ത് പഠിക്കേണ്ടി വരും. ഈ ആദ്യത്തെ അപ് ടു കോർഡിനേറ്റ് ജോമെട്രി വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് വളരെ 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 സിമ്പിൾ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. പൊതുവെ ഈ മാത്സ് എന്ന് പറയുമ്പോൾ നല്ല ടഫിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മാത്സ് നല്ല ടഫിൽ വരുന്ന IEO എക്സാം, അതുപോലെ ATC എക്സാം, ഇതിലൊക്കെ നമുക്ക് എന്താണ് ഏകദേശം ബിടെക് ലെവൽ മാത്സ്, ഗേറ്റ് എക്സാമിന്റെ ലെവലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളെ ലെക്ചറിംഗ് പോളിയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് +2 ലെവൽ മാത്സിലെ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ടോപ്പിക് എന്നൊക്കെ നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 8 മാർക്ക്, ഈ 10-ൽ 8 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട്. ഈവൻ ഇപ്പൊ നമ്മളെ 2024 നടന്ന സിവിൽ, മെക്ക്, ഇലക്ട്രിക്കലിന്റെ ഒക്കെ ലെക്ചറിംഗ് പോളിയിൽ പൊതുവെ മാത്സ് വളരെ ഈസി ആയിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാതെ നോക്കിയവർക്കൊക്കെ 7-8 മാർക്കുകൾ എല്ലാ പേപ്പറിലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു ഏകദേശം സ്കോർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 8-4, 12-4, 16-4, 18, 18-5 ഏകദേശം 23 മാർക്ക്, അല്ലെങ്കിൽ 25 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു 70 മാർക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കണമെങ്കിൽ ഒരു 25 മാർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പൊ ഞാൻ ഈ പറയുന്നത് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയാൻ കുറെ ആളുകൾ ലെക്ചറിംഗ് പോളിക്ക് പഠിക്കുന്നവർ ഇതിന് ഈ ഒരു ഭാഗത്തിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കൂല. അതാണ് ഈ പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് ക്ലാസ് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നിങ്ങളെ ഇലക്ട്രോണിക്സ് ടോപ്പിക്കുകൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം 5 മണിക്കൂർ പഠനത്തിന് മാറ്റി വെക്കുന്നുണ്ട്, 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് എക്ക് മാറ്റി വെക്കുക. ഓക്കെ, കാരണം പാർട്ട് എ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ കോർ സബ്ജക്റ്റുകൾ ഇപ്പൊ ഇലക്ട്രോണിക്സ് ആയാലും മെക്കാനിക്കൽ ആയാലും ഏതായാലും നമ്മൾ ചിലപ്പോൾ ആ സബ്ജക്ട് ഫുള്ളായിട്ട് പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റൻസ് കുറച്ചൊന്ന് ടിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ രീതിയിൽ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ബേസിക്സിൽ ചോദിക്കൂല. വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച പോയിന്റുകൾ മാത്രമേ നമുക്ക് ചോദിക്കൂ. ഓക്കെ, അപ്പൊ ഈ 70 ഒരു 25 കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് നോക്കിയാൽ മതി, ഇവിടെ ഒരു 45 വരിക, ഒരു 45, അതായത് ഇതിൽ 70 45 സ്കോർ ചെയ്യാൻ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 70 ഉദ്ദേശിച്ച് നമുക്ക് കിട്ടേണ്ട റാങ്ക് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഈ ഒരു 25 മാർക്ക് കിട്ടിയാൽ പിന്നെ ഒരു 60 ആകാം, 35 അല്ലെങ്കിൽ എന്ത് കിട്ടിയാൽ മതി, 45 മാർക്ക് കിട്ടിയാൽ നമുക്ക് നല്ലൊരു റാങ്കിന് 50ന്റെ 10ന്റെ ഉള്ളിലുള്ള നല്ലൊരു റാങ്കിന് നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് പാർട്ട് എനെ. നിങ്ങൾ ഒറ്റക്കൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ, സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ റിസോഴ്സസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പറഞ്ഞ ബേസിക്സിന്റെ കറക്റ്റ് സിലബസ് പറഞ്ഞതുപോലുള്ള മെറ്റീരിയൽസ് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. അതിൽ നിന്ന് ഓരോന്നും ഒരു 10, 200, 300 ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 30ൽ 25 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ സേലം ടെക്നിക്കലിന്റെ ലക്ഷണം പോളിടെക്നിക്കിന്റെ ഓൺലൈൻ ബാച്ചസുകൾ പാർട്ട് എ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരിക്കലും ലാസ്റ്റോട്ട് നമ്മൾ നോക്കൂല. മാത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെക്കാനിക്കൽ, സിവിൽ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, വേറെ എക്സ്റ്റേണൽ ഒരു മെറ്റീരിയലും നിങ്ങൾ സെറ്റ് ആക്കണ്ട. ആ ഒരു ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകളും ആ നോട്ട്സും ക്ലാസ്സിൽ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസുകളും പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് എക്സാമിനോട് അഡ്മിൻസ് റിവിഷൻ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസുകൾ ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിതാ ലെക്ചർ ഇൻ പോളിടെക്നിക് ബാച്ചിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് 11/4/2025. ഓക്കെ, അപ്പൊ ഇനി അതല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഒരു ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ അടുത്ത സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ ഡേറ്റുകളും അനൗൺസ് ചെയ്യും, അതുപോലെ ഓഫറുകളൊക്കെ. അപ്പൊ നമ്മൾ പെരുന്നാള്, അതുപോലെ ഈസ്റ്റർ ഇങ്ങനെ വരുന്ന ഇതിലൊക്കെ നമ്മൾ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അപ്പൊ അതുപോലെ നമ്മൾ ഇലക്ട്രോണിക് സബ്ജക്റ്റുകളുടെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ പഠിക്കാം എന്നുള്ളത്, അതുപോലെ നിങ്ങൾക്ക് ഇന്നും ഞാൻ ജൂലൈ 30 കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് എക്സാം വരുന്നെങ്കിൽ അതുവരെയുള്ള ഒരു ലെക്ചർ ഇൻ പോളിയുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ലെക്ചർ ഇൻ പോളി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഗ്രൂപ്പുകളിലും ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യട്ടെ, റാങ്ക് നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.